വീരവണക്കം ചലച്ചിത്രത്തിന്റെ 25ാം ദിനാഘോഷം കറ്റാനത്ത് നടത്തി. ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെയും തമിഴരുടെയും വീരപാരമ്പര്യത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും കഥ പറയുന്ന വീരവണക്കം ചലച്ചിത്രത്തിന്റെ 25ാം ദിവസമാണ് കറ്റാനത്ത് ആഘോഷിച്ചത്. ഭരണിക്കാവ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ 25ാമത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. എല്ലാ തലങ്ങളിലും കേരളം മുന്നേറി അടുത്ത ടേം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന കൃത്യമായ ധാരണയോടെ ഈ കേരളം ലോകത്തെ ഏറ്റവും വികസിതവും അർദ്ധവികസിതവുമായ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന നവകേരള പദ്ധതിയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ പദ്ധതിയെല്ലാം തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഫലപ്രദമായിട്ട് രൂപം നൽകുകയും ഫലപ്രദമായിട്ട് അതിനെ മുന്നോട്ടേക്ക് നയിക്കുകയും ദിശാബോധം നൽകുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് വീരവണക്കം എന്ന സിനിമയിലൂടെ കേരളത്തിൻ്റെ ചരിത്രവും തൊട്ടടുത്ത തമിഴ്നാടിൻ്റെ ചരിത്രവും ചേർത്തുകൊണ്ട് ഈ രാജ്യവും ലോകവും കാണുന്നത്. സംഘാടക സമിതി ചെയർമാൻ കോശി അലക്സ് അധ്യക്ഷത വഹിച്ചു. മുൻമന്ത്രി പന്തളം സുധാകരൻ മുഖ്യാതിഥിയായി. ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരെ CPM ജില്ലാ സെക്രട്ടറി R നാസർ ആദരിച്ചു. MLA-മാരായ U പ്രതിഭ, MS അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കറ്റാനം ഗാനം തിയേറ്റർ ഉടമയും കേരള ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറിയുമായ സോണി തോമസിനും അനുമോദനം നൽകി. സ്വാതന്ത്ര്യപൂർവ്വ കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പോരാട്ടങ്ങളെയും P. കൃഷ്ണപിള്ള എന്ന അതുല്യ വിപ്ലവകാരിയുടെ ജീവിതകഥയിലൂടെ ഹൃദ്യമായി വരച്ചുകാട്ടുന്ന ചിത്രമാണ് വീരവണക്കം. ഇതൊരു പോരാട്ടത്തിന്റെ കഥയാണ് ഈ സിനിമ. പക്ഷേ അതിനേക്കാളും എത്രയോ വലിയ ഒരു പോരാട്ടമാണ് എത്രയോ വർഷമായി അനിൽ സാറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ യാത്രയിൽ കഴിഞ്ഞ 13 വർഷമായി സാറിൻ്റെ കൂടെ എനിക്ക് കൂടി ആ കഷ്ടപ്പാടിൻ്റെയും ആ തീക്ഷ്ണമായ യാത്രയുടെ കൂടെ സാറിൻ്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റി. ഏറ്റവും അവസാനം അതിൻ്റെ ഒരു പരിപൂർണത സാമ്പത്തികമായി ആയില്ലെങ്കിലും നമ്മൾ എന്താണോ അനിൽ സാറ് ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നത്, വീരവണക്കം എന്ന അതിൻ്റെ 2ാം ഭാഗം. ന്യൂസ് ബ്യൂറോ, കറ്റാനം.